പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയായിരിക്കും സമ്മേളനം ആരംഭിക്കുക. ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ രാവിലെ 11-ന് ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. 2047 വികസിത ഭാരത് ലക്ഷ്യമിട്ടുള്ള ബജറ്റാവും നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റാണിത്. ഇതോടെ 6 പൂർണ്ണ ബജറ്റുകളും 2 ഇടക്കാല ബജറ്റും അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മലയ്ക്ക് സ്വന്തം. മുൻ പ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായിരുന്ന മൊരാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടക്കുന്നത്. രാജ്യത്തെ സാധാരണക്കാരന് കൂടുതൽ ആശ്വാസം പകരുന്ന നികുതി പരിഷ്കാരങ്ങൾ ബജറ്റിലുണ്ടായേക്കും. 2025-26 സാമ്പത്തിക വർഷം കൃഷിക്കും അനുബന്ധ മേഖലകൾക്കും ബജറ്റ് വിഹിതം 15% വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം 1.52 ലക്ഷം കോടി രൂപയാണ് കൃഷിക്കായി നീക്കിവെച്ചത്. ഭവന നിർമ്മാണ പദ്ധതിയായ ആവാസ് യോജന, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതി ആയുഷ്മാൻ ഭാരത്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഭക്ഷ്യവിതരണ പദ്ധതി ഗരീബ് കല്യാൺ അന്ന യോജന തുടങ്ങിയവയ്ക്ക് കൂടുതൽ തുക നീക്കിവെക്കും. 3ാം മോദി സർക്കാരിന്റെ 2ാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ജനം, ഡൽഹി.